ലാവ്ലിൻ കേസ് അന്തിമവാദത്തിനായി ബുധനാഴ്ചത്തേക്ക് ലിസ്റ്റ് ചെയ്ത് സുപ്രീം കോടതി. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, കെ.വി. വിശ്വനാഥ് എന്നിവരുടെ ബെഞ്ചിൽ 112-ാം കേസായിട്ടാണ് ലാവ്ലിന് വീണ്ടും ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച സമാനമായി 2 ദിവസം ലിസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും മറ്റ് കേസുകളുടെ വാദം നീണ്ടുപോയതിനാൽ പരിഗണിച്ചിരുന്നില്ല. കേസുകൾ മാറ്റിവെച്ചതും കോടതിക്ക് മുൻപിൽ വന്നതും ഉൾപ്പെടെ 40 തവണയാണ് കേസ് ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ചോദ്യം ചെയ്തുള്ള അപ്പീലാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. 2018 മുതൽ ഇത് 32-ാം തവണയാണ് അപ്പീൽ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. കാനഡയിലെ എസൻസി ലാവ്ലിൻ കമ്പനിയുമായുള്ള കരാർ വഴി 86.25 കോടി രൂപ സംസ്ഥാനത്തിന് നഷ്ടമുണ്ടാക്കിയെന്നാണ് CBIയുടെ വാദം. എസൻസി ലാവ്ലിൻ കേസിലെ പ്രതിപട്ടികയിൽ നിന്ന് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള 7 പേരെയാണ് 2013 നവംബറിൽ തിരുവനന്തപുരം പ്രത്യേക CBI കോടതി ഒഴിവാക്കിയത്. ഈ വിധി ശരിവച്ച ഹൈക്കോടതി വിധിക്കെതിരെ CBI നൽകിയ അപ്പീലാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. കഴിഞ്ഞ ദിവസം സമയക്കുറവ് മൂലം കോടതി പിരിയുന്നതിന് മുമ്പ് എസൻസി ലാവ്ലിൻ കേസിനെ അഭിഭാഷകർ പോലും കോടതിക്ക് മുമ്പിൽ ഉയർത്തിക്കാട്ടിയില്ല. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് കുറച്ചുകൂടി മുകളിൽ കേസ് ഇടം പിടിച്ചേനെ. യാതൊരു അടിയന്തര പ്രാധാന്യവും CBIയും ഈ കേസ് വാദത്തിന് നൽകുന്നില്ലെന്ന വാദം ശക്തമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയതിനെ ചോദ്യം ചെയ്ത് CBI സമർപ്പിച്ച ഹർജികളാണ് സുപ്രീം കോടതിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ വിധി കേരള രാഷ്ട്രീയത്തിലും ചലനമുണ്ടാക്കും. എന്നാൽ കോടതിയിൽ നിന്നും അസ്വാഭാവികമായി ഒന്നും സംഭവിച്ചില്ല. പന്നിയാർ, ചെങ്കുളം, പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിന് കാനഡയിലെ എസൻസി ലാവ്ലിൻ കമ്പനിയുമായി കരാറുണ്ടാക്കിയതിൽ ക്രമക്കേടുണ്ടായെന്നും ഇതുവഴി 86.25 കോടിയുടെ നഷ്ടം സംഭവിച്ചെന്നുമാണ് കേസ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഊർജ്ജ വകുപ്പ് സെക്രട്ടറി K. മോഹനചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി A. ഫ്രാൻസിസ് എന്നിവരെ കുറ്റവിമുക്തരാക്കിയ 2017 ഹൈക്കോടതി വിധിക്കെതിരായ CBIയുടെ ഹർജിയിലാണ് വാദം ആരംഭിക്കാതെ നീണ്ടുപോകുന്നത്. ഇതിന് പിന്നിൽ പല രാഷ്ട്രീയ അട്ടിമറിയും ആരോപണമായി ഉയർന്നിട്ടുണ്ട്. വിചാരണ നേരിടണമെന്ന് കോടതി വിധിച്ച വൈദ്യുതി ബോർഡ് മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് KG രാജശേഖരൻ നായർ, ബോർഡ് മുൻ ചെയർമാൻ R. ശിവദാസൻ, മുൻ ചീഫ് എഞ്ചിനീയർ കസ്തൂരിരംഗ അയ്യർ എന്നിവരുടെ ഇളവ് തേടിയുള്ള ഹർജിയും ഇതോടൊപ്പം സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധിക്കെതിരായ CBIയുടെ ഹർജിയാണിത്. നേരത്തെ ജസ്റ്റിസ് CT രവികുമാർ പിന്മാറിയതോടെയാണ് കേസ് പുതിയ ബെഞ്ചിലേക്ക് മാറ്റിയത്. ഹൈക്കോടതിയിൽ ഇതേ കേസിൽ വാദം കേട്ടിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ജസ്റ്റിസ് CT രവികുമാർ പിന്മാറിയത്. അപ്പീൽ നൽകിയ CBI വരെ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസ് പരിഗണിച്ച ജസ്റ്റിസുമാരായ NV രമണ, UU ലളിത്, MR ഷാ എന്നിവർ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ചു. കേസ് വാദിക്കാൻ തയ്യാറാണെന്ന് പിണറായി വിജയന്റെ അഭിഭാഷകൻ അറിയിച്ചപ്പോഴും മാറ്റിവെക്കണമെന്ന അപേക്ഷയാണ് CBI പലപ്പോഴും സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത്. ഇതെല്ലാം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു.